ശതമാനം ആളുകൾക്കും വീട്ടിൽ നിന്ന് ഈ തരത്തിലുള്ള തിക്തമായ അനുഭവങ്ങൾ കുട്ടിക്കാലം മുതൽ അനുഭവിച്ചു വന്നവരാണ്. അതിനകത്ത് ബഹുഭൂരിപക്ഷം ആളുകളെന്ന് നിങ്ങൾക്ക് കാണാം. പലരും നമ്മൾ നേരത്തെ പറഞ്ഞ സ്ത്രീയെ പോലെ അടിച്ചമർത്തിയിട്ടുണ്ട്. 18ാമത്തെ വയസ്സ് വരെ പള്ളിയിലും യുവജന സഖ്യത്തിലും പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിഞ്ഞു. എന്നാൽ മണിപ്പാടി പഠിക്കാൻ പോയപ്പോ തൊട്ടാണ് കള്ളുകുടി കുറഞ്ഞ് നമ്മൾ പറയും. പക്ഷെ ഇവൻ ഇത്രയും കഴിവ് അടിച്ചമർത്തുകയാണ്. അവന്റെ ഫീലിങ്സ് അടിച്ചമർത്തുക. നാട്ടുകാരുടെ മുമ്പിൽ പേടിച്ചിട്ടോ അപ്പനെ അമ്മയെ പേടിച്ചിട്ടോ അടിച്ചമർത്തുക. ഇപ്പോൾ അയാളുടെ പേടിയെല്ലാം പോയി. അയാൾ ആൺകുട്ടി പുറത്തേക്ക് ഒഴുകുന്നയാളായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഓർത്തു നോക്കിയാൽ മതി. നമ്മളെ മനസ്സിലാക്കാൻ സ്നേഹിക്കുന്ന ഒരാളുടെ മുമ്പിൽ നിൽക്കുന്നതിനും കരഞ്ഞു കഴിയുമ്പോൾ ഒരു വലിയ കാർ പെയ്തൊഴിഞ്ഞ പോലെ മനസ്സിനൊരാശ്വാസം. അപ്പൊ നമ്മൾ അവരോട് പറയും, എനിക്ക് ചായ കുടിച്ചിട്ട് പോയാൽ മതി. അത്ര നേരം നമുക്ക് ചായ കുടിക്കണമെന്ന് പറയാൻ പോലും തോന്നിയില്ല. മനസ്സ് അതുപോലെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് കരഞ്ഞ് അത് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ഒരാശ്വാസം. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ധൃതി കൊണ്ടും നേരത്തെ പറഞ്ഞ തെറ്റിദ്ധാരണ കൊണ്ടും പല വീടുകളിൽ നിന്നും അപ്രത്യക്ഷമാണ്. കുഞ്ഞുങ്ങൾക്ക് ട്യൂഷനും പഠിത്തവും കഴിഞ്ഞ് ഈ തുറന്നു പറയാനൊരു നേരമില്ല. തുറന്നു പറഞ്ഞാൽ കേൾക്കുമെന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കും. അതുകൊണ്ട് പലപ്പോഴും വീട്ടിൽ പറയേണ്ട കാര്യങ്ങൾ അവരടക്കി വെക്കുക. ഒരു ടീനേജ് കുഞ്ഞിനെ ആ വീട്ടുകാർ യാത്ര പോകുമ്പോൾ അയലോകത്തെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, 3 ദിവസത്തേക്ക് ഇവിടെ നിർത്തണം, ഞങ്ങൾ വരും ആഘോഷിക്കും. ആ വീട്ടുകാർ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അയലോകത്തെ വീട്ടിലെ അമ്മ പറഞ്ഞു, മോളെ ഒന്ന് ശ്രദ്ധിക്കണം, അവൾക്ക് എന്തോ മോശമായ ബന്ധമുണ്ട്. അപ്പൊ വീട്ടിലെ അമ്മ ശ്രദ്ധിക്കാൻ തുടങ്ങി. മനസ്സിലായി, പാതിരായ്ക്കൊക്കെ കട്ടിലിൽ പുറത്തിലടിയിൽ കിടന്നുള്ള ആരാളോട് മൊബൈലിനകത്ത് സംസാരിക്കും. ഇപ്പോൾ മൊബൈൽ ഉണ്ടെന്നുള്ള കാര്യം തന്നെ ഈ വീട്ടുകാർക്ക് അറിയത്തില്ല. മൊബൈലിൽ ആരോടൊക്കെയോ സംസാരിക്കണം. നമ്മുടെ വീട്ടിൽ ജീവിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞേയില്ല. അയലോകക്കാർക്ക് ഒറ്റ ദിവസം മതിയായിരുന്നു അത് മനസ്സിലാക്കാൻ. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ സെൻസിറ്റിവിറ്റിയാണ്. നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ സ്വഭാവം, അവരുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ, അവരുടെ കണ്ണീര്, വാക്കിനകത്തെ കടുപ്പം, ഇത് തിരിച്ചറിയാനും അവർക്ക് എന്തോ ഒരു ദുഃഖമുണ്ട്, മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട്, ഇങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു സെൻസിറ്റിവിറ്റി നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ആദ്യമൊക്കെ പല വിധത്തിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ അതിന് വേണ്ട ശ്രദ്ധ കിട്ടാതെ വരുമ്പോൾ അവർ പിന്നീട് നമ്മളോട് പറയാതിരിക്കുകയും ചിലപ്പോഴൊക്കെ മറ്റാളുകളോട് പറയുകയും ചെയ്യും. MSc പഠിക്കുന്ന ഒരു കൊച്ചിന് ഓട്ടോ ഓടിക്കുന്ന 8ാം ക്ലാസ് പോലും ജയിച്ചിട്ടില്ലാത്ത പയ്യനോട് അത്രയും. അപ്പൊ ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ അത് പറഞ്ഞു, ഞങ്ങളുടെ വീട് ഒരു വാസ്തവം പറഞ്ഞാൽ സൗകര്യങ്ങളൊക്കെ ഒരു ജയിൽ പോലെ. എനിക്കൊരു മുറിയുണ്ട്, ഞാനതിനകത്ത് പോയി, എനിക്ക് ഭക്ഷണമുണ്ട്, അത് പലപ്പോഴും ജോലിക്കാരൊക്കെ തരും. ഇങ്ങനെയുള്ളൊരു ജീവിതമാണ്. ഒന്നും പറയാനൊരു നേരവുമില്ല. എന്റെ മിക്കവാറും ഈ ഓട്ടോ ആദ്യമൊക്കെ ഈ ഓട്ടോക്കാരനെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പൊ അയാൾ എന്നോട് ചോദിച്ചു, എന്താ ഒരു മുഖത്തൊരു പ്രയാസം, വിഷമം ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ അയാൾ വീണ്ടും പല പ്രാവശ്യം പറഞ്ഞു, അങ്ങനെയല്ല, എന്തോ ഉണ്ട്. അപ്പൊ അവൾ ഒരു ദിവസം സങ്കടപ്പെട്ടിങ്ങനെ ഒരു കണ്ണ്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും അവിടെ മനസ്സിലില്ല. എന്നാലും ഇയാൾ ഇങ്ങനെ ചോദിച്ചപ്പോ അറിയാതൊരു കണ്ണുനീർ തുള്ളിയൊരു. അപ്പൊ ഓട്ടോക്കാരൻ സിനിമ സ്റ്റൈലിലൊരു ഡയലോഗ് അടിച്ചു, എനിക്ക് വിദ്യാഭ്യാസമില്ല, പണമില്ല, എന്റെ വീട് മോശമാണ്, പക്ഷെ നിന്നെ സ്നേഹിക്കുന്ന ഹൃദയം എനിക്കുണ്ടെന്ന് പറഞ്ഞതിനകത്ത് ഇപ്പോഴേക്കും പോയി. ഭയങ്കര ഡയലോഗ്. അവൾക്ക് ആകെ ഇല്ലാത്തതാണ്. ഇയാൾ അതിന് ഫീലിംഗായിട്ട് മുമ്പോട്ട് വന്നപ്പോ ഇതൊന്നും ചിരിക്കുന്നില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ, 3 വയസ്സുള്ള അല്ലെങ്കിൽ 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പോലെ ഈ ഓട്ടോക്കാരനുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വളരുകയാണ്. വീട്ടിൽ വേണ്ട വിധത്തിൽ വൈകാരികമായിട്ടുള്ള വിനിമയം നടക്കാതെ പോയാൽ ഉണ്ടാകാവുന്ന ഒരപകടമാണ് സൈഡ് ട്രാക്ക് ചെയ്ത് അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുക. അതിനെ കണ്ടുപോയി ആളിൽ നിന്ന് കിട്ടുന്ന വൈകാരിക സംതൃപ്തി, അത് തീർച്ചയായും നമ്മുടെ കുടുംബത്തിൽ കിട്ടാതെ പോകുന്നതിന് നമ്മൾ പകരം കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മാർഗമാണ് പോകാൻ. അതും കൂടെ പഠിപ്പിക്കുന്ന വർക്ക് ചെയ്യുന്ന ആളാണ്, നമ്മുടെ ഒരു സുഹൃത്താണ്, മറ്റൊരാൾ, എവിടെയെങ്കിലും കണ്ടൊരാൾ, നമ്മളൊരിക്കലും സഹായം ചെയ്തൊരാൾ. നമ്മൾ തുടർച്ചയായി അവരോട് സംസാരിക്കുമ്പോൾ സന്തോഷിക്കുന്നെങ്കിൽ അതിനകത്ത് നമുക്കൊരു വൈകാരിക സംതൃപ്തി കിട്ടുന്നു തന്നെയാണ് അതിനർത്ഥം. അത് വളരെ ഗൗരവമായിട്ട് എടുക്കും. നമ്മുടെ ഈ മൊബൈൽ യുഗത്തിലെ ഒരു വലിയ അപകടമാണ്. ഈസിയായിട്ട് നമുക്ക് അങ്ങനെ ഒരാളിലേക്ക് ചെന്നു വരാൻ പറ്റും. ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കണം. വികാരങ്ങൾക്ക് സംതൃപ്തി വീട്ടിൽ തന്നെയാണ് ഉണ്ടാവേണ്ടത്. മറ്റ് സ്ഥലങ്ങളിലേക്ക് ചാരി കീറി പോകാൻ അനുവദിക്കുന്നത്. സൺസെറ്റ് ടൈമിന്റെ സ്ലാബ് ഇങ്ങനെ പിടിച്ചിരുന്ന കൂട്ടത്തിലെ കൈ സ്ലാബിന്റെ അടിയിലേക്ക് പോയി.
അപ്പം ഒരു അലവാം എടുത്ത് തരാൻ വേണ്ടി ഭാര്യയെ വിളിച്ചു. ഭാര്യ വന്ന് നോക്കിയ പിതാസ്ഥിതി ഒരു നേരെ തിരിച്ചു പോയി. അവിടെ കിടക്കട്ടെ വിചാരിച്ചു. ഇയാൾ തിരിച്ചു തരാൻ ശേഷിയില്ല. ഇയാൾ ശരിക്കും തല്ലി നോവിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ദൈവമായിട്ട് കൊണ്ടുകൊടുത്തൊരു അവസരമായി കരുതി അങ്ങ് തിരിച്ചു. ഇയാൾ ഒരു വിധത്തിൽ എത്തി കാലം കൊണ്ട് അലവാന്നൊക്കെ എടുത്ത് മാറ്റി തിരിച്ച് എങ്ങോട്ട് കയറി പിന്നെന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പൊ അയാൾ കുറെ ചീത്തയെ വിളിച്ച് വെള്ളം പറഞ്ഞ് തല്ലി കുളിക്കാൻ കയറി. അയാൾ പറയുന്നു, ഞാൻ ഡ്രസ് ഇട്ടുകൊണ്ട് 2 കിലോമീറ്റർ പോയപ്പോ എനിക്ക് പോകാൻ വയ്യ, ദേഹമാകെ വെട്ടി കിടക്കുന്നു. എന്നെ കണ്ടൊരാൾ പറഞ്ഞു ഹാർട്ട് വല്ലതുണ്ടോ, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അങ്ങനൊന്നുമില്ലാന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. ഒരു ഭർത്താവ് പറയാം, ചില ബലമായ വിശ്വാസികൾ മുളക് പൊടി ഏതാണ്ട് അണ്ടർവേറിനകത്ത് ഇട്ടതാണ്. അപ്പോൾ ഭാര്യ പറയുന്നു, ആ ഭാര്യ ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിൽ മുഖമല്ല വിരോധിച്ചിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ചെയ്യും? മുളക് പൊടി അരച്ച, ഞാൻ കാന്താരി അരച്ചത്. അയാൾ ചെയ്യുന്നതിന് അയാൾ ഒന്ന് ചെയ്താൽ 2 തിരിച്ചു ചെയ്യും. കാര്യം ആ വൈകാരികമായി പ്രതികാരം ചെയ്യാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അയാളെന്നെ ചീത്ത വിളിച്ചാൽ തിരിച്ച് ചീത്ത വിളിക്കുക, അയാളെ തല്ലാനൊക്കത്തില്ലെങ്കിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്യുക. അങ്ങനെ ആളുകൾ അവിടെയാണ് മിക്കവാറും ഈ 3rd ഡിഗ്രി കൊലപാതകം പോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയുകയാണ്. ഇങ്ങനെയുള്ള വീടുകളിൽ ഏറ്റവും ബലിയാടുകളാകുന്നത് കുഞ്ഞുങ്ങളാണ്. അപ്പനും അമ്മയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്ന എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങൾക്ക് ചെറുതോ വലുതോ ആയ മാനസിക പ്രയാസങ്ങളാണ്. അത് കൂടുമ്പോൾ കുഞ്ഞിന്റെ ഉള്ളിൽ മഴ പെയ്യുമ്പോൾ വെട്ടിമുഴങ്ങുന്ന പോലെയാണ് എന്തോ ഇപ്പൊ നടക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കുഞ്ഞുങ്ങൾ ആ സമയത്ത് കുറെ അങ്ങോട്ട് കഴിയുമ്പോൾ ശീലമാകുമ്പോൾ പല സ്വഭാവങ്ങൾ കാണിക്കും. ചിലർ വെറ്റി ഭയങ്കര ഓടയത്തിലൊക്കെ പല പ്രകൃതങ്ങളാണ് അവർ കാണിക്കുന്നത്. പുറത്ത് ബാത്റൂമിൽ അവിടെ കുളിക്കാൻ പോകും. കുളിച്ച് കുറേ നേരം കുളിച്ചിട്ട് പിന്നെ ഇറങ്ങി വരും. പിന്നീട് അത് ചില രോഗങ്ങളായിട്ടും ഡെവലപ്പ് ചെയ്യാറുണ്ട്. അത് പിന്നീടുള്ള അവരുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യങ്ങളാണ്. വേദപുസ്തകത്തിൽ ഇങ്ങനെയുള്ള തെളിവുകളൊക്കെ ഉണ്ട്. ഈ അബ്രഹാമിന്റെ കുടുംബം പൊതുവെ നമ്മൾ വിശ്വാസികളുടെ പിതാവ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഭയങ്കര വഴക്കുള്ള കുടുംബമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 16 മുതലുള്ള അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി സംശയമുള്ളവർ വായിച്ചു നോക്കണം. ശരിക്കും വഴക്കുണ്ടായിരുന്നു. 21ാമത്തെ അധ്യായത്തിൽ വന്നപ്പോൾ ആ വീട്ടിൽ ഒരു പയ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഇറക്കി വിട്ടു. ഒരു മഹാകാരനെയും മോനെയും വീട്ടിൽ ഭയങ്കര പ്രശ്നമുണ്ട്. 2ാമത്തെ അവരുടെ മകൻ ഇസഹാക്കിന്റെ കുടുംബത്തിൽ വന്നപ്പോൾ ഇതുപോലെ തന്നെ ഫൈറ്റാണ്. അവിടെ നിന്നും ഒരു പയ്യൻ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. അതിന്റെ മകൻ യാക്കോബിന്റെ വീട്ടിൽ മുട്ട മഴക്കാണ്. അവിടെ നിന്നും ഒരു പയ്യൻ ഇറങ്ങി പോകേണ്ടത്, അല്ലെങ്കിൽ വീട് വിട്ട് ജോസഫ് വീട് വിട്ട് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ മനഃശാസ്ത്രത്തിൽ പറയുന്നത് ഇങ്ങനെയുള്ള വൻ പ്രശ്നങ്ങളുള്ള വീടുകളിലെ രോഗവും തലമുറകളിലേക്ക് ബാധിക്കാനുള്ള സാഹചര്യവും അല്ലെങ്കിൽ അതിനുള്ള പ്രവണതയുമുണ്ട് എന്ന് പറയാം. വളരെ ഗൗരവമായിട്ട് എടുക്കണം. വൈകാരികമായി സംതൃപ്തി ഇല്ലാത്തിടത്ത് സംതൃപ്തി കിട്ടുന്നിടത്തേക്ക് പോകാനുള്ള പ്രവണതയുണ്ട്. വൈകാരികമായി അടിച്ചമർത്തുന്നിടത്ത് ചിലപ്പോഴൊക്കെ പ്രതികാരം ചെയ്യാനുള്ള വാസനയുണ്ടാകും. അങ്ങനെ ഒക്കാത്ത ഒരു സാഹചര്യത്തിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന വിഷാദ രോഗത്തിലേക്ക് വഴുതി പോകാനുള്ള സാധ്യതയും ഉണ്ട്. മാനസികമായ രോഗങ്ങളിലേക്ക് വഴുതി പോകാനുള്ള സാധ്യതയും ഉണ്ട്. അത് വളരെ ഗൗരവമായിട്ട് എടുക്കണം. നമ്മുടെ വീടുകളിൽ മതിയായ വൈകാരിക വിനിമയം വളരെ ആവശ്യം. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കും. അത് ആധ്യാത്മികമായ ഇന്റൻസി, സ്പിരിച്വൽ ഇന്റിമസി. ജോസർ വളരെ അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, മനുഷ്യനെ ദൈവം റിലേഷണൽ ബീയിങ്സ് ആയിട്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ മനുഷ്യനെ ദൈവം സ്പിരിച്വൽ ബീയിങ്സ് ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആധ്യാത്മികരായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരം മണ്ണുകൊണ്ടുണ്ടാക്കിയതാണെങ്കിലും നമ്മൾ മണ്ണാണ് എന്നല്ല പറയുന്നത്. ജീവനുള്ള ദേഹിയായിത്തീർന്ന എബ്രായ ഭാഷയിൽ നെഫേഷ് എന്ന് പറയും. അതായത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ പ്രദേശത്തോളം പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയും. നമ്മൾ ഈ കൊല്ലിനോട് സംസാരിക്കുന്നു, എനിക്ക് സംസാരിക്കാനുള്ള ശേഷി പോകാം, എനിക്ക് ക്യാൻസർ ബാധിച്ച് എന്റെ ശരീരം നഷ്ടപ്പെടാം, എന്റെ സമ്പത്ത് നഷ്ടപ്പെടാം, സാമൂഹ്യ സ്വാധീനം നഷ്ടപ്പെടാം, എന്റെ ബിസിനസ് നഷ്ടപ്പെടാം. പക്ഷേ ഏതൊരു സാഹചര്യത്തിലും എന്നെ കരുപിടിപ്പിക്കുവാൻ, ശക്തീകരിക്കുവാൻ എന്റെ ഉള്ളിലെ ആധ്യാത്മിക ഘടകത്തിന് സാധിക്കും. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഭൗതികമായ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാലും എന്റെ ഉള്ളിൽ കത്തുന്ന ഒരു ചിരാത് പോലെ ഒരു വെട്ടമായി ദൈവിക